ശൈഖുനായുടെ പ്രശസ്തി ലോകത്ത് എക്കാലത്തും ജീവിച്ചിരിക്കുകയല്ലേ? കേരളത്തിൽ തന്നെ എത്ര സ്ഥാപനങ്ങളുടെ പേരാണ് മഹാനായ CM വലിയുല്ലാഹിയുടെ പേരിലുള്ളത്? ഏതെല്ലാം ദഅ്വാ കോളേജുകളാണ്, ഏതെല്ലാം മദ്രസകളാണ്, ഏതെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്, ഏതെല്ലാം കച്ചവട സ്ഥാപനങ്ങളാണ്, ഏതെല്ലാം ഹോട്ടലുകളാണ്, ഏതെല്ലാം വാഹനങ്ങളാണ്, ഏതെല്ലാം വീടുകളാണ്. സുബ്ഹാനല്ലാഹ്, ഇതെല്ലാം ശൈഖുനായുടെ മദദ് ആഗ്രഹിച്ച് നിർവഹിക്കുകയാണ്. ഇന്നലെ ഞാനൊരു വീട്ടിൽ പോയി. ആ വീടിന്റെ പേര് മസ്കനു CM എന്നാണ്. മാവൂര് ഭാഗത്ത് മസ്കനു CM വലിയുല്ലാഹിയുടെ പേരിലുള്ള ഭവനം എന്നാണ്. ചുരുക്കത്തിൽ വാഹനങ്ങളുടെ പേര്, ഇതൊക്കെ അവർക്ക് അനുഭവമാണ്, ഒരു ഉറച്ച സംഗതിയാണ്. CM വലിയുല്ലാഹിയുടെ പേരിൽ എന്തു തുടങ്ങിയാലും അത് നാട്ടിൽ വിജയം കണ്ട സംഗതിയാണ്. വന്യരായ സഖാഫി ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ഞാനുമായി പങ്കുവെച്ചൊരു സംഭവമുണ്ട്. ഇവിടെ കൊടുവള്ളിക്കടുത്ത് കനിയാർകണ്ടത്തിൽ അവരവിടെ സ്വലാത്തും ദിക്റുമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ശൈഖുനായുടെ പേരിൽ, ശൈഖുനായുടെ ബറക്കത്തിന് വേണ്ടി അവരെ കയ്യിൽ ഒരു ചെറിയ നാണയത്തൊട്ടുണ്ടായിരുന്നു. ആ നാണയത്തൊട്ട് അവരെ കയ്യിൽ ഉള്ളിടത്തോളം കാലം അവരെ സ്ഥാപനങ്ങളൊക്കെ വളരെ ഭംഗിയായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഒരിക്കൽ ഈ കയ്യിലുള്ള നാണയത്തൊട്ട് മറ്റ് പണം വന്നപ്പോ ആ പണത്തിൽ കൂടിപ്പോയി, വേറെ ചില്ലറ പൈസയിൽ ഇത് കൂടിപ്പോയി. അപ്പൊ ഏതാണെന്ന് തമീസാക്കാൻ, വേർതിരിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചില്ല. അവര് നേരെ ഇവിടെ ചിറ്റടിമീത്തല് ഉസ്താദിന്റെ അടുക്കൽ വന്നു. അങ്ങനെ ആ പണം നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ അവര് എന്ത് നടത്തിയാലും കടാണ്, പ്രയാസാണ്. അവരെ സ്ഥാപനത്തിന്റെ പുരോഗതി തന്നെ മുരടിച്ചു പോകുന്ന ഒരവസ്ഥ. അവര് സഖാഫി ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് കാര്യം പറഞ്ഞു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളെ കയ്യിലുണ്ടായിരുന്ന ആ ബറക്കത്തിന്റെ പണം അത് മറ്റൊന്നിൽ കൂടിപ്പോയിട്ടുണ്ട്, ഏതാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഉടനെ തന്നെ സഖാഫി ഉസ്താദ് വേണ്ടത് ചെയ്തു കൊടുത്തു. അവർക്ക് ബറക്കത്തിന് വേണ്ടി മക്കാമിൽ നിന്ന് അവർക്ക് ഒരു ചെറിയ നാണയത്തൊട്ട് കൊടുത്തു. അതോടുകൂടെ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ റാഹത്തും സന്തോഷവും അവരെ സ്ഥാപനത്തിനുള്ള പുരോഗതിയും ഒക്കെ തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ശൈഖുന മടവൂരവറുകളുടെ പേര് വെച്ചാൽ തന്നെ ഇത്ര വലിയ മഹത്വമുണ്ട്, വലിയ ബറക്കത്തുണ്ട്. മഹാന്മാരുടെ പേരിന് മഹത്വമുണ്ട് എന്നതിൽ സംശയം ഇല്ലല്ലോ. ഔലിയാക്കളുടെ പേരിന് വലിയ മഹത്വമുണ്ട്. അതുകൊണ്ട് ലോകത്ത് രചിക്കപ്പെട്ടിട്ടുള്ള മൗലിദ് കിതാബുകൾ, ലോകത്ത് ശൈഖുനാന്റെ പേരിൽ രചിക്കപ്പെട്ടിട്ടുള്ള തവസുൽ മാല, അതുപോലെയുള്ള മറ്റ് മൗലിദുകൾ എല്ലാം ഓരോരുത്തരുടെയും പ്രയാസങ്ങളും പ്രതിസന്ധികളും അവിടുത്തെ മുന്നിൽ വെച്ച് പറയുന്നുണ്ട്. ഇവിടെ എഴുതിയിട്ടുള്ള നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള മൗലിദുൻ നൂർ, ഈ മൗലിദുൻ നൂർ ഇതിന്റെ രചയിതാവിന് ശക്തമായ രോഗം വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. അതിലൂടെ മഹാനവറുകൾക്ക് ആശ്വാസമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇത് ലോകത്ത് ജീവിച്ചിരിക്കുന്ന തെളിവാണ്. മൗലിദുൻ നൂറിന്, ഇതിന്റെ രചയിതാവിന് ശൈഖുനായിൽ നിന്ന് സ്വപ്നത്തിലൂടെ ആശീർവാദം ലഭിച്ചിട്ടുണ്ട്. ശൈഖുന വായിച്ചതാണിത്. മൗലിദുൻ നൂർ രചിച്ച് രചന നിർവഹിച്ച് പിന്നീട് രചയിതാവ് ഈ മൗലിദുൻ നൂർ എഴുതിയ മദനി ഉസ്താദ് രാത്രി കിടക്കുമ്പോൾ ശൈഖുന സ്വപ്നത്തിൽ വരുന്നു. എന്നിട്ട് പറയുന്നു, ആ മൗലിദ് കിതാബിൽ ഇന്ന ഭാഗത്ത് ഇന്നയിടത്ത് തിരുത്തേണ്ടതുണ്ട്, അവിടെ ആ പദം ആവശ്യമില്ല, അവിടെ ആ ലമീർ ഇങ്ങോട്ട് മടക്കണം, അവിടെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നു സ്വപ്നത്തിൽ വന്നിട്ട്.
ഈ മൗലിദിന്റെ രചയിതാവ് നേരം വെളുത്ത് മൗലിദ് കിതാബ് തുറന്നു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് കൃത്യമായിട്ട് അതിൽ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, ഇത് മൗലിദുൻ നൂർ ശൈഖുനായുടെ ആശീർവാദം കിട്ടിയ മൗലിദാണ്. സുബ്ഹാനല്ലാഹ്.